ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ദിവസസന്നിധി നമ്മുടെ കരങ്ങളെ കൂപ്പാം. നോമ്പ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഈ നിമിഷത്തിൽ ഈ വരുന്ന നോമ്പിൻ്റെ 50 ദിനങ്ങൾ എൻ്റെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റണമേ. ഞാൻ എടുക്കുന്ന ത്യാഗനിമിഷങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങയോടൊപ്പമായിരിക്കുവാനും അങ്ങയുടെ സഹനത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും അങ്ങയുടെ വചനം ശ്രവിക്കുവാനും എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ ദുഃഖങ്ങൾ, വേദനകൾ, കണ്ണുനീരുകൾ ഞാനിത് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നാഥ. ഈ നോമ്പുകാലം അനുഗ്രഹപ്രദമാക്കി തീർക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുവാൻ എന്നെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാനിതാ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നോമ്പുകാലം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ നോമ്പുകാലം വരുന്ന 50 ദിവസം സാധിക്കുന്നവരൊക്കെ നോമ്പെടുത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഹനങ്ങളും ത്യാഗങ്ങളും ഒക്കെ ഏറ്റെടുക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ചില ശത്രുക്കൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ വഴിമുടക്കികളായിട്ട് മാറും. ചിലപ്പോൾ നമ്മുടെ ജീവിതങ്ങളും സ്വഭാവ സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം. അതിനെയൊക്കെ മാറ്റി നിർത്താൻ ഈ ദൈവാനുഗ്രഹത്തിലേക്ക് നിറയാം. ഈ നോമ്പുകാലത്തിൻ്റെ ആദ്യത്തെ ആഴ്ച നമ്മളിന്ന് പഠിക്കുന്ന വചനം 29-ാം സങ്കീർത്തനം 1-2 തിരുവചനങ്ങളാണ്. വചനപ്രകാരമാണ്: സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. ഒരു സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് അല്പം സമയം കണ്ടെത്താം. അതിനുശേഷം അടുത്ത വചനത്തിൻ്റെ അടുത്ത ഭാഗം പറയുകയാണ്: മഹത്വവും ശക്തിയും അവിടുത്തേതെന്ന് പ്രഘോഷിക്കുവിൻ. മഹത്വവും ശക്തിയിരിക്കുന്ന ദൈവത്തിലാണ്. അവിടുത്തേതെന്ന് പ്രഘോഷിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതം അനുഗ്രഹമായിട്ട് മാറും. അതിനുശേഷം പറയാണ്: കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. എന്താണ് കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ, ദൈവനാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറും. അതുകൊണ്ട് ദൈവനാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള ദിനങ്ങളായിട്ട് ഈ നോമ്പുകാലത്തെ നമുക്ക് മാറ്റാം. അതിനുശേഷം പറയാണ്: വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. സമയം കിട്ടുമ്പോഴൊക്കെ ദേവാലയത്തിൽ പോകാനും പരിശുദ്ധ ബലികളിൽ പങ്കെടുക്കാനും ഒക്കെ ഈ നോമ്പുകാലം നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ ബലിയുടെ അഭിഷേകത്തിൻ്റെ ഫലമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഒട്ടനവധി അനുഗ്രഹങ്ങൾ സംഭവിക്കും. ഒരു സ്നേഹമുള്ളവരെ, നോമ്പുകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം കർത്താവിനോട് സംസാരിക്കാനായിട്ട് അല്പം സമയം കണ്ടെത്തുക. ഒരു 5 മിനിറ്റെങ്കിലും ബൈബിൾ വായിക്കാനായിട്ടൊരു സമയം കണ്ടെത്തുക. സാധിക്കുമ്പോഴൊക്കെ വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് വിശുദ്ധ ബലിയുടെ അഭിഷേകത്താൽ നിറയുക. അവിടെ ഈ നോമ്പുകാലം അനുഗ്രഹപ്രദമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നോമ്പുകാലത്തിലേക്ക് അങ്ങയുടെ പീഡാനുഭവ, സഹന, ഉദ്ധാന, മരണങ്ങളെ അനുസ്മരിക്കുന്ന നിമിഷങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ സഹനത്തെ ഓർത്ത് ധ്യാനിക്കുവാൻ, അങ്ങയുടെ പീഡാസഹനങ്ങളെ ഓർത്ത് ധ്യാനിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ത്യാഗപൂർണമായ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ, അങ്ങ് ഉപവാസത്തിലൂടെ ചെലവഴിച്ചതുപോലെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വചനത്തിൽ ആഴപ്പെടുവാൻ, വിശുദ്ധ ബലിയെ സ്നേഹിക്കുവാൻ, വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് ബലിയുടെ അഭിഷേകത്താൽ നിറയുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ നാഥ. ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Press the bell icon on the YouTube app and never miss another update.